ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെറ്ററിനറി സയൻസ്, ഡയറി ടെക്നോളജി, ബയോ കെമിസ്ട്രി ഒക്കെ ഒരുപാട് നല്ലതായാലും നമ്മൾ പഠിക്കുന്ന ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് HSCCP ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറി ടെക്നോളജി നമ്മൾ വന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ HSCCPൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ അന്നോട്ട് അത് പറയണം എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് പറയാൻ സമയം കിട്ടിയത്. അപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താ, അതിനകത്ത് HSCCP എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടെ നിന്ന് ഉണ്ടാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മിനിമം ഒന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ HSCCPൻ്റെ ഫുൾ ഫോം എന്താണ്? ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഓക്കെ, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഇത് അതുപോലെ തന്നെ പഠിച്ചു വെക്കണേ. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ, അതായത് കൺവെൻഷണലായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ടൈമിലൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഒരു ഫുഡ് പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ എൻഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫുഡ് പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നുള്ളത്, റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ എൻഡ്, അതായത് ആ ഒരു എൻഡായിട്ടുള്ള ആ ഫുഡ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അനാലിസിസ് ചെയ്യുക. അങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ മൊത്തത്തിലുള്ള ഫുഡ് പ്രൊഡക്റ്റിനെയും എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്യും. നമുക്കത് സേഫ് ആണോ അല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതുപോലെ തന്നെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും പണ്ട് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഒരു 100 kg പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവസാനമാണ് നമുക്കിത് മനസ്സിലാവുന്നത് ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെ മൈക്രോബയോളജിക്കൽ കണ്ടന്റ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ലോസാണ് ഉണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ എൻഡ് സമയത്ത്, അതായത് അവസാന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കളയേണ്ടി വരുമ്പോൾ ഒരുപാട് ലോസസ് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ ഫുഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി, അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സേഫാണ്, എന്താണ് കുഴപ്പമൊന്നുമില്ല, നമ്മളതിന് സെയിൽ ചെയ്യാണ്. ആ സെയിൽ ചെയ്യാൻ വെച്ചെടുത്തുനിന്ന് 1-2 ദിവസത്തിനകത്ത് അതിനകത്ത് പ്രശ്നമൊന്നും വരില്ല എന്നൊരു ഗ്യാരണ്ടി നമുക്ക് അവിടെ കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലാസ്റ്റുള്ള ഈ എൻഡ് പ്രൊഡക്റ്റ് നമ്മൾ കളയുന്നതിന് പകരം നമുക്ക് ഏത് സ്റ്റെപ്പിലാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് അനലൈസിസ് ചെയ്തുകൊണ്ട് ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലം കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ അവസാനമുള്ള അത്രയും എഫേർട്ടും അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളും നമുക്ക് ഒരു നഷ്ടമായിട്ട് തോന്നില്ല അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇന്ന സ്റ്റേജിലാണ്, ഇന്ന ടെമ്പറേച്ചറാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇന്ന റോ മെറ്റീരിയൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ എൻഡ് പ്രൊഡക്റ്റിനെ കളയേണ്ട ആവശ്യകത വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ HACCP എന്ന് പറയുന്നുള്ള ഒരു സിസ്റ്റം നിലവിൽ വരുന്നുള്ളത്. അപ്പോൾ HACCP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഫുഡിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും എൻഷുർ ചെയ്യുന്നുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏത് ഫുഡ് പ്രൊഡ്യൂസേഴ്സിനായാലും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ആയാലും അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് ആയാലും എല്ലാവരും വറീഡാണ് എന്തിനെ കുറിച്ചിട്ട്? ഈ ഫുഡിൻ്റെ സേഫ്റ്റീനെയും ക്വാളിറ്റീനെയും കുറിച്ച് വളരെയധികം വറീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ആരെങ്കിലും ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോവോ? പിന്നെ ആരെങ്കിലും ആ എക്സ്പോർട്ടറിൻ്റെ അടുത്ത് പോവോ? ഇല്ല, ഒരിക്കലും പോവില്ല. അപ്പോൾ എപ്പോഴും എന്താണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്? സേഫ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റിയിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ മുന്നത്തെ കാലത്ത് ചെയ്ത പോലെ നമുക്ക് ലോസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ അതുപോലുള്ള ഇത് കൊണ്ടുവരാം എന്ന് നോക്കുമ്പോഴാണ് ഈ HACCP സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം തന്നെയാണ്. ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റമാണ് ഈ HACCP എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫുഡിന് ഗ്യാരണ്ടിയിൽ നമുക്ക് പറയാം, ഈ ഫുഡിന് ഇത്ര ദിവസത്തേക്ക് 30 days ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, എക്സ്പയറി ഡേറ്റ് 30 days ആണ് പറയുന്നതെങ്കിൽ അത്ര ദിവസത്തേക്ക് ഒരു പ്രശ്നവും നമ്മുടെ ഫുഡിന് വരില്ല, ഈ ഫുഡ് സേഫാണ്, അങ്ങനെ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇത് HACCP എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1971 അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ, ഓക്കെ പഠിച്ചു നോക്കണേ, അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ എന്ത് സംഭവിച്ചു? ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. 1971 ഒരു നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. എന്തിൻ്റെ ബേസിസിൽ? ഓൺ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ 1971 ഈ നാഷണൽ കോൺഫറൻസിൽ അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന HACCP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, US ഫുഡ് ഇൻഡസ്ട്രിയിലാണ് കേട്ടോ, ഇവിടെ അല്ല, US അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് എന്നല്ല പറഞ്ഞേ. അപ്പോൾ ഈ 1971 ഒരു നാഷണൽ കോൺഫറൻസ് ഓൺ ഫുഡ് പ്രൊഡക്ഷൻ, അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ്റെ ബേസിസിലുള്ള ഒരു നാഷണൽ കോൺഫറൻസിലാണ് അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ HACCP എന്ന് പറയുന്ന ഒരു സിസ്റ്റം US ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അത് കുറേ കാലം ആൾക്കാർ അതിലേക്ക് വന്നു. അതിന് ശേഷം അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെന്താ പറഞ്ഞാൽ US ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ്, അതായത് ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് ലോ ക്യാൻഡ്
ലോ ആസിഡ് കണ്ടെയ്ൻ ക്യാൻഡ് ഫുഡ്സിൽ മാത്രമേ നമ്മൾ ഈ HACCP ചെയ്യേണ്ടി വരുന്നുള്ളായിരുന്നു. എന്താണ്? ലോ ആസിഡ് ക്യാൻഡ് ഫുഡ്സിൽ മാത്രമാണ് HACCP നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ലോ ആസിഡ് ക്യാൻഡ് ഫുഡ്സിനകത്ത് മാത്രമാണ് നമ്മൾ ആ സമയത്ത് HACCP ചെയ്തു വന്നത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൊമേഴ്ഷ്യലായിട്ട് ഈ HACCP ചെയ്തത്, അതായത് ഇപ്പോൾ നമ്മുടെ അമേരിക്കൻ പബ്ലിക് ഹെൽത്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഫസ്റ്റ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്തത് പിൽസ്ബറി എന്ന് പറയുന്നുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പിൽസ്ബറി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ പിൽസ്ബറി എന്ന് പറയുന്നുള്ള ഇൻഡസ്ട്രിയാണ് ആദ്യമായിട്ട് ഇത് ചെയ്തത്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസയില്ലേ, നമ്മുടെ നാസ ഏജൻസി അറിയാലോ, അതിലത്തെ ആസ്ട്രോനട്സ് ഉണ്ടല്ലോ, ആസ്ട്രോനട്സ് സ്പേസിലോട്ട് പോകുമല്ലോ. അങ്ങനെ സ്പേസിലോട്ട് പോകുമ്പോൾ അവരിങ്ങനെ ക്യാൻഡ് ഫുഡ്സ് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡ് ഫുഡ്സിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി പിൽസ്ബറി എന്ന് പറയുന്നുള്ള ഇൻഡസ്ട്രിയാണ് ആദ്യമായിട്ട് കൊമേഴ്ഷ്യലി HACCP ചെയ്തത്. അത് ഓർത്ത് വെക്കുക. 1971 അത് വന്നത്. അങ്ങനെ ആദ്യമായി വന്നപ്പോൾ ആദ്യമായിട്ട് ഇത് കൊമേഴ്ഷ്യലി ചെയ്തത് ആരാണ്? പിൽസ്ബറിയാണ്. എന്തിനു വേണ്ടിയിട്ട്? നാസ ഏജൻസിൻ്റെ ആസ്ട്രോനട്സ് ഇവിടെ സ്പേസിലോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ട ഫുഡ്സ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഈ HACCP ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ലോ ആസിഡ് ക്യാൻഡ് ഫുഡ്സിനകത്ത് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന HACCP ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് 1971 അല്ലേ, പിന്നെ ഒരു 1975 ഒക്കെ ആയപ്പോൾ മീറ്റ് പ്ലാന്റ്സിൽ, അതായത് നമ്മുടെ മീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, 1975 ഒക്കെ ആകുമ്പോൾ മീറ്റ് പ്ലാന്റ്സിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1975 മീറ്റ് പ്ലാന്റ്സിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ഒരു 1980 ഒക്കെ ആയപ്പോൾ WHO അല്ലെ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് റെക്കമെൻഡ് ചെയ്തു? ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ പറഞ്ഞിരിക്കുന്ന HACCP എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പതിയെയാണ് എല്ലാ ഫുഡ് പ്രൊഡക്ട്സിലോട്ട് ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഫുഡ് പ്രൊഡക്ട്സിനകത്തും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1975 അത് മീറ്റ് പ്ലാന്റ്സിലോട്ട് വന്നു. പിന്നെ 1980 എന്താണ് WHO ഡെവലപ്പിംഗ് കൺട്രീസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന HACCP ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഉണ്ട്, അതായത് ഫിഷ് പ്രോസസ്സ് ചെയ്തിട്ട് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുമല്ലോ, അവരെടുത്ത് എന്താണ് ഇത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്റ്റേജിലായിട്ടാണ് പതിയെ ഇപ്പോൾ നമ്മൾ എല്ലാ ഫുഡ് പ്രൊഡക്ട്സിനും ഈ പറഞ്ഞിരിക്കുന്ന HACCP ഫോളോ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ HACCP എങ്ങനെയാണ് വന്നതെന്നും എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി എന്താണ് HACCP? അതിൻ്റെ പേര് നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ HACCP എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ HACCPൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോ. ഇറ്റ് ഈസ് എ സയൻസ് ബേസ്ഡ് സിസ്റ്റമാണ്. ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സയൻസ് ബേസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ള ഒരു സിസ്റ്റമാണ് സയൻസ് ബേസ്ഡ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? എൻഷുറിങ് ദ പ്രൊഡക്റ്റ് സേഫ്റ്റി. Ensuring product safety. So HACCP is a science-based system of ensuring product safety. എങ്ങനെയാണ് പ്രൊഡക്റ്റ് സേഫ്റ്റി? ബൈ ഐഡൻറ്റിഫൈയിങ് ഹസാർഡ്സ്. എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഹസാർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. എവിടെയുള്ള ഹസാർഡ്സ്? ഇൻ ദ ഫുഡ് പ്രോസസ്സിനകത്തുള്ള ഹസാർഡ്സ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്യൂട്ടബിൾ മെഷേഴ്സ്, അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷേഴ്സ് അവിടെ എടുക്കുന്നു. അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അവിടെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ HACCP എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സയൻസ് ബേസ്ഡ് ആക്റ്റീവ് സിസ്റ്റം ഓഫ് എൻഷുറിങ് പ്രൊഡക്റ്റ് സേഫ്റ്റി ബൈ ഐഡൻറ്റിഫൈയിങ് ഹസാർഡ്സ് ഇൻ ദ ഫുഡ് പ്രോസസ് ലൈൻ ആൻഡ് ടേക്കിംഗ് സ്യൂട്ടബിൾ മെഷേഴ്സ് ടു കൺട്രോൾ ദ ഐഡൻറ്റിഫൈഡ് ഹസാർഡ് അറ്റ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്. ഓക്കെ, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സിൽ വെച്ചിട്ട് ഇതിനെ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് HACCP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് സ്പോയിലേജ് പോലുള്ള ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫുഡ് അഡൾട്ടറൻസ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് HACCP. ഓക്കെ, HACCP എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ HACCP എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമല്ല. അതിന് കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ആവശ്യമാണ്. കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് SSOP എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് എന്താ പറയാം? CGMP എന്ന് പറയാം. SOP നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്നാണ് പറയാം. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും SSOP ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. SSOP എന്ന് പറയുമ്പോൾ
സാനിറ്ററി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സാനിറ്ററി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇതെന്ന് വെച്ചാൽ എന്താണ്, ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. അതായത് നമ്മൾ സാനിറ്റേഷൻ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ സാനിറ്ററി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സേഫ്റ്റി ഓഫ് വാട്ടർ, എങ്ങനത്തെ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ്, എത്രത്തോളം ക്ലെൻലിനെസ് ഒരു ഇൻഡസ്ട്രീനകത്ത് നമ്മൾ ഫോളോ ചെയ്യണം, കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ്. പിന്നെ അഡൾട്ടറൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം അഡൾട്ടറൻസ്, ഇതൊക്കെ എന്താണ് SSOPനകത്ത് വരുന്ന കീ ഏരിയാസ് ആണ് കേട്ടോ. ഇത് SSOP എന്ന് വെച്ചാൽ സാനിറ്ററി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ SOP വന്നാലും കറക്റ്റാണ്, SSOP ആണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഫ്രം എന്താണ് അഡൾട്ടറൻസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഹെൽത്ത് ഓഫ് ഫുഡ് ഹാൻഡ്ലേഴ്സിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഹാൻഡ് വാഷിംഗ്, അതിൻ്റെ മെയിൻ്റനൻസ്, സാനിറ്റൈസിങ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതവിടെ കൊടുത്തിട്ടുണ്ട്. പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ SSOPനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പെസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഞാൻ പറയാൻ വിട്ടല്ലോ, അപ്രോപ്രിയേറ്റ് ലാബലിംഗ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ടോക്സിക് കോമ്പൗണ്ട്സിൻ്റെ കറക്റ്റ് ലാബലിങ്ങും സ്റ്റോറേജും യൂസൊക്കെ എങ്ങനെ ചെയ്യണം, അതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് SSOPനകത്ത് വരുന്നുള്ളത്. ഏതാണ്, സേഫ്റ്റി ഓഫ് വാട്ടർ, കണ്ടീഷൻ ആൻഡ് ക്ലെൻലിനെസ്, പ്രൊട്ടക്ഷൻ ഫ്രം അഡൾട്ടറൻസ്, ഫുഡ് ഹാൻഡ്ലേഴ്സിൻ്റെ എന്താണ് ഹെൽത്ത്, പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, സാനിറ്റൈസേഷൻ, ടോയ്ലറ്റ് ഫെസിലിറ്റി, വാഷിംഗ് ഫെസിലിറ്റി, അതൊക്കെ വേണം. പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പെസ്റ്റ് മാനേജ്മെൻറ്റ്, അപ്രോപ്രിയേറ്റ് ലാബലിംഗ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ടോക്സിക് കോമ്പൗണ്ട്സ്, ഇത്രയാണ് SSOPനകത്ത് റിട്ടേൺ ആയിട്ടുള്ള കീ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ SSOP. പിന്നെ ഒന്നാണ് CGMP എന്ന് പറയുമ്പോൾ എന്താണ്, GMP എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രൊസീജിയേഴ്സ്, ഗുഡ് പ്രാക്ടീസസ്. ഓക്കെ, പ്രൊസീജിയേഴ്സ് അല്ല, പ്രാക്ടീസസ്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ആണ് GMP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, GMP എന്ന് നമുക്ക് പറയാം, പക്ഷെ നമ്മൾ പറയുന്നത് CGMP എന്നാണ്. അപ്പോൾ അതെന്താണ്, കറണ്ട് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, അതാണ് CGMP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ഫുഡ് പ്രോസസ്സറും ഈ പറഞ്ഞിരിക്കുന്ന SSOP ഫോളോ ചെയ്യണം. എന്നിട്ട് എന്താണ്, നല്ലൊരു ഗുഡ് ഹൈജീനും എങ്ങനെയാണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്നറിയാമല്ലോ. അങ്ങനെ നല്ല മാനുഫാക്ചറിങ് പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടാമിനേഷനും അതുപോലെ തന്നെ അഡൾട്ടറേഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്, CGMPനകത്ത് പറയുന്നത്. അതാണ് നമ്മുടെ HACCPൻ്റെ എന്താണ് റിക്വസൈറ്റായിട്ട് വരുന്നുള്ളത്. ഇത് രണ്ടും ഇല്ലാണ്ട് ഒരിക്കലും നമ്മുടെ HACCPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ. നമ്മൾ പറയുന്ന എല്ലാ കൺട്രോളും ലിമിറ്റും ഒക്കെ അവർ ഫോളോ ചെയ്യാണ്. പക്ഷേ നമ്മുടെ ഫുഡ് ഹാൻഡ്ലേഴ്സിൻ്റെ ഹെൽത്ത് ഒന്നും നോക്കാണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിലോ, അതുപോലെ തന്നെ കണ്ടാമിനേഷൻ അവിടെ അവോയ്ഡ് ചെയ്യുന്നില്ലെങ്കിലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹസാർഡ് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് അവിടെ വേണ്ട കൺട്രോൾ മെഷേഴ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രീ റിക്വസൈറ്റ്സും മനസ്സിലായി. ഇനി നമുക്ക് ഈ HACCPക്കകത്ത് 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുകയും വേണം. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമ്മുടെ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹസാർഡ് അനാലിസിസ് ചെയ്യണം. എവിടെയാണ് പ്രശ്നം, എന്തൊക്കെ ഹസാർഡ്സ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഹസാർഡ് അനാലിസിസിലൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ ഹസാർഡ് അനാലിസിസ്, അപ്പോൾ ഒരു ഹസാർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഏതെങ്കിലും ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഏജൻറ്റ്, ഏതെങ്കിലും ഒരു ബയോളജിക്കൽ ഏജൻ്റ് ആവാം. ഹസാർഡാണ്. എന്താണ് ഹസാർഡ് എന്നാണ് പറയുന്നത്, ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എ ബയോളജിക്കൽ, എ കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജൻറ്റ് ഓർ എ കണ്ടീഷൻ ഓഫ് ഫുഡ്, എന്താണ്, ഓർ എ കണ്ടീഷൻ ഓഫ് ഫുഡ് വിത്ത് എ പൊട്ടൻഷ്യൽ ടു കോസ് ആൻ അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ്. അപ്പോൾ എന്താണ്, ബയോളജിക്കൽ ഏജൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടീഷന് എന്ത് കോസ് ചെയ്യാം, നമ്മുടെ ഹെൽത്തിന് അഡ്വേഴ്സ് എഫക്റ്റ് കോസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹസാർഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, ഹസാർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇൽനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഹസാർഡ് എന്ന് പറയും. ഈ ഹസാർഡ് തന്നെ ഫിസിക്കൽ ഹസാർഡ് ഉണ്ട്, കെമിക്കൽ ഹസാർഡ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ഫിസിക്കൽ മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, പ്ലാസ്റ്റിക്, അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, സാധാരണ നമ്മുടെ ഫുഡിനകത്ത് കാണുന്ന ആൾക്കാരായിരിക്കില്ല. ഓക്കെ, നോട്ട് നോർമലി ഫൗണ്ട് ഇൻ ഫുഡ്
വിച്ച് കോസസ് ഇൽനെസ് ഓർ ഇഞ്ചുറി ടു ദ ഇൻഡിവിജ്വൽ കൺസ്യൂമിങ് ദ പ്രൊഡക്റ്റ്. അതായത് യൂഷ്വലി ആ ഫുഡിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ അറിയാണ്ട് വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്ലാസിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മൾ മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് വല്ല നട്ടും ബോൾട്ടും അറിയാണ്ട് പുറത്തേക്ക് വരുമോ, നട്ട്സ് ബോൾട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോണ് അല്ലെങ്കിൽ ബോൺസ് പ്ലാസ്റ്റിക്സ് അതുപോലുള്ള കാര്യങ്ങൾ ഫിസിക്കലായിട്ടുള്ള ഏജൻസ് വരികയാണെങ്കിൽ അവിടെ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ഹസാർഡ് ഉണ്ട്. അതായത് നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ പ്രിസർവേറ്റീവ്സ് അതുപോലുള്ള കെമിക്കൽസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതൊന്നും ഹാംഫുൾ ആയിട്ടല്ല, അതൊക്കെ നമ്മൾ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായി പോയിട്ട് അത് ടോക്സിക് ആയി വരികയാണെങ്കിൽ, അത് നമ്മുടെ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കെമിക്കൽ ഹസാർഡ് എന്ന് പറയാം. അപ്പോൾ കെമിക്കൽ ഹസാർഡ്സ്, ഫിസിക്കൽ ഹസാർഡ്സ്. ഈ കെമിക്കൽ തന്നെ 3-4 കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഒന്ന് പറയുകയാണെങ്കിൽ ഇനോർഗാനിക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രിസർവേറ്റീവ്സ്, നമ്മൾ ഒരുപാട് ഹെവി മെറ്റൽസ് അതായത് മെർക്കുറി, അതുപോലെ തന്നെ നമ്മുടെ ലെഡ്, കാഡ്മിയം, സെലീനിയം, സൾഫേറ്റ് പോലുള്ള ഒരുപാട് ഇനോർഗാനിക് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്? പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയ കോൺസെൻട്രേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അത് കെമിക്കൽ ഹസാർഡിനകത്ത് പെടും. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് പോലുള്ള കോമ്പൗണ്ട്സ്, അതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതും ഓർഗാനിക് കെമിക്കൽസ് ആണ്. അപ്പോൾ അതും ഒരു കെമിക്കൽ ഹസാർഡാണ്. പിന്നെ ഇതൊന്നും കൂടാണ്ട് ആൻറ്റിബയോട്ടിക്സ്, ഹോർമോൺസ് ഇതുപോലുള്ള സാധനങ്ങളും നമുക്ക് ഹസാർഡ് കോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കെമിക്കൽ ഹസാർഡ് എന്ന് പറയാം. പിന്നെ ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഒന്നും ഓർക്കാനില്ല, ബാക്ടീരിയാസ് അല്ലേ, അല്ലെങ്കിൽ വൈറസസ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മൈക്രോ ഓർഗാനിസം, അതിനെയൊക്കെയാണ് നമ്മൾ ബയോളജിക്കൽ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഹസാർഡ് മനസ്സിലായി. ഓക്കെ, എന്താണ് ഹസാർഡ് എന്നും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഹസാർഡും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഹസാർഡ് അനാലിസിസ്. ഫസ്റ്റ് ചെയ്യുന്നുള്ളത് എവിടെയാണ് ഈ ഹസാർഡ്, എന്താണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹസാർഡ് അനാലിസിസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സെക്കൻഡ് വരുന്നുള്ളത് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, നമ്മുടെ HACCP അല്ലേ. അപ്പോൾ HA നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുത്തു. സെക്കൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാണ്. ഡിറ്റർമൈൻ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു പാത്തജനിക് ബാക്ടീരിയ അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ്. അപ്പോൾ പാത്തജനിക് ബാക്ടീരിയ അതാണ് ഹസാർഡ് അനാലിസിസ്. ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ഫോർ എക്സാമ്പിൾ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ പോലുള്ള മെത്തേഡ് നമ്മളവിടെ സജസ്റ്റ് ചെയ്യും. ഇതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അതായത് ഈ അനാലിസിസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും അതാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിലൂടെ പറയുന്നത്. അപ്പോൾ ഈ CCP കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ്. ഇപ്പോൾ നമ്മൾ പാത്തജനിക് ഓർഗാനിസം എന്ന് പറഞ്ഞു, അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ഓർ എലിമിനേറ്റ് ദ ഫുഡ് സേഫ്റ്റി ഹസാർഡ്. നമുക്ക് എങ്ങനെയുള്ള ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാനോ, ഒരു ആക്സെപ്റ്റബിൾ ലെവലിലേക്ക് ഇതിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനോ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ള ഇപ്പോൾ ചിലപ്പോൾ അസിഡിറ്റി കൂടി പോകാറുണ്ട് അല്ലേ. അസിഡിറ്റി കൂടി പോകുമ്പോൾ നമ്മൾ അവിടെ വരുന്നുള്ള ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്തായിരിക്കും? ന്യൂട്രലൈസേഷൻ അല്ലേ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഹസാർഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്കൊരു ആക്സെപ്റ്റബിൾ ലെവലിലോട്ട് റിഡ്യൂസ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നുള്ള കൺട്രോളാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളിലൂടെ പറഞ്ഞല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഹസാർഡ് അനാലിസിസ് ആയിരുന്നു. സെക്കൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ആയിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ് ആണ്. എന്താണ്? എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. ക്രിട്ടിക്കൽ ലിമിറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ ലിമിറ്റാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇത് പ്രിൻസിപ്പിൾസ് ആണ്. സ്റ്റെപ്സ് വേറെ ഉണ്ട് കേട്ടോ, സ്റ്റെപ്സ് വേറെ ഉണ്ട്. അതൊരു 12 സ്റ്റെപ്സ് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ആദ്യം 7 പ്രിൻസിപ്പിൾസിലോട്ട് പോകാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ HA ആയിരുന്നു, സെക്കൻഡ് CCP ആയിരുന്നു, മൂന്നാമത് നമ്മൾ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഈ ക്രിട്ടിക്കൽ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയൻ വിച്ച് സെപ്പറേറ്റ്സ് ആക്സെപ്റ്റബിലിറ്റി ഫ്രം അൺആക്സെപ്റ്റബിലിറ്റിയിൽ നിന്ന് ആക്സെപ്റ്റബിലിറ്റീനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ഇപ്പോൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് പറഞ്ഞില്ലേ, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോസസ്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ ഓട്ടോക്ലേവിങ് പോലുള്ളത്, അതായത് ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ
ആ ബാക്ടീരിയ ആണ് ഹസാർഡായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ഓട്ടോക്ലേവ് ഏത് ടെമ്പറേച്ചറിൽ ചെയ്യണം? 121 ഡിഗ്രി സെൽഷ്യസിൽ. ഏത് പ്രഷറിൽ ചെയ്യണം? 15 LBS പ്രഷറിൽ. എത്ര ടൈം ചെയ്യണം? 15 സെക്കൻഡ്സ്. അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ ലിമിറ്റ് വെക്കൂലേ? അതായത് ടെമ്പറേച്ചർ എത്ര വേണം, മോയ്സ്ചർ എത്ര വേണം, വാട്ടർ ആക്ടിവിറ്റി എത്ര വേണം, pH എത്ര വേണം, സോൾട്ട് കോൺസെൻട്രേഷൻ, ക്ലോറിൻ, പ്രിസർവേറ്റീവ്സ്, അതുപോലുള്ള സാധനങ്ങൾക്ക് ലിമിറ്റ് വെക്കുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയാം. അപ്പോൾ അനാലിസിസ് ചെയ്തു, ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് വെച്ചു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്രിട്ടിക്കൽ ലിമിറ്റാണ്. ആ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ്, അതായത് എത്ര ടൈം വേണം, എത്ര ഇത് വേണം, അത് വേണം എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ ലിമിറ്റ് പൊതുവെ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു സാധനം യൂസ് ചെയ്യാണ്, അതിനകത്ത് എത്രത്തോളം മൈക്രോബ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം അവിടെ എടുക്കുന്നുണ്ട് അല്ലേ, സെവറൽ ഡേയ്സ് അവിടെ പോകും. അപ്പോൾ അത് നമ്മൾ മിക്കവാറും ഒഴിവാക്കുകയാണ് പതിവ്. ഒഴിവാക്കുകയാണ് പതിവായിട്ട് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് വരെ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, അപ്പോൾ ക്രിട്ടിക്കൽ ലിമിറ്റ് വരെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം എസ്റ്റാബ്ലിഷ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്. നമ്മളിതൊക്കെ ചെയ്തു, ഇനി അതൊക്കെ അവിടെ കറക്റ്റ് നടക്കുന്നുണ്ടോ അത് നമുക്ക് മോണിറ്ററിങ് ചെയ്യണ്ടേ? അതാണ് എസ്റ്റാബ്ലിഷിങ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് 4th പ്രിൻസിപ്പിൾ, എസ്റ്റാബ്ലിഷിങ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, അതായത് കൺട്രോൾ പാരാമീറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സൊക്കെ ക്രിട്ടിക്കൽ ലിമിറ്റൊക്കെ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ, CCP ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് അവിടെ ചെയ്യുന്നുണ്ടോ, ഇനി എന്താണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് മോണിറ്ററിങ്, നമ്മളിപ്പോൾ പറഞ്ഞ ക്രിട്ടിക്കൽ ലിമിറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ആക്കുന്നുണ്ടോ, അതാണ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ആരാണ് പറഞ്ഞിരിക്കുന്ന മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണ്. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും മോണിറ്ററിങ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, അങ്ങനെ പ്രശ്നത്തിന് ഒരു കറക്റ്റീവ് ആക്ഷൻ നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല, ഇന്ന ടെമ്പറേച്ചർ അവർ ഫോളോ ചെയ്യുന്നില്ല, അപ്പോൾ അവരെന്താണ് ഒരു കറക്റ്റീവ് ആക്ഷൻ ഇവർ നിർദ്ദേശിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ നിർദ്ദേശിച്ച് കൊടുക്കാൻ എബിലിറ്റി ഉള്ള, അത്രയും നോളജ് ഉള്ള, അത്രയ്ക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം എന്ത് പറയേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അവിടെ 4 ക്വസ്റ്റ്യൻസ് വരും. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്, എന്താണ് ഒബ്സർവ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങളത് ഒബ്സർവ് ചെയ്തത്, മീൻസ് ഏത് ഇൻസ്ട്രുമെൻ്റാണ് നിങ്ങൾ യൂസ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ ഒബ്സർവേഷൻ കിട്ടിയത്. പിന്നെ എപ്പോഴാണ് ഇത് ഒബ്സർവ് ചെയ്തത്, മീൻസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ, അത് വല്ലപ്പോഴും ആണോ അത് ചെക്ക് ചെയ്യാറുള്ളത്, പിന്നെ ആരാണിത് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സിൻ്റെ കേസിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ മനസ്സിലായാലും എസ്റ്റാബ്ലിഷിംഗ് മോണിറ്റർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, ക്രിട്ടിക്കൽ ലിമിറ്റ്സ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ആരാണിത് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു കറക്റ്റീവ് ആക്ഷൻ നമ്മൾ നിർദ്ദേശിക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റുന്നുള്ള, അത്രയ്ക്ക് നോളജുള്ള, അതിന് ഏബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം നമ്മളത് ചെയ്യേണ്ടി വരിക. അതിന് ഏബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് അവിടെ കറക്റ്റ് മോണിറ്ററിങ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ മോണിറ്ററിങ് ചെയ്തു, അവിടെ 4 ക്വസ്റ്റ്യൻ വരും. എന്താണ് വാട്ട്, എന്താണ് ഒബ്സർവ് ചെയ്തത്, വെന്നാണ്, എപ്പോഴാണ് നിങ്ങൾ പോയത്, അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ പോകുന്നുള്ളത്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ, വല്ലപ്പോഴാണ് പോകുന്നുള്ളത്, അതുപോലെ തന്നെ ആരാണ് പോയത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സർവേഷനിലേക്ക് എത്തിയത്, ഹൗ, വാട്ട്, വെൻ, ഹൗ, ഹൂ. ഇതാണ് 4 ക്വസ്റ്റ്യൻസ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സിൻ്റെ അടുത്ത് വരിക. പിന്നെ അത് 4ാമത്തെ ആയിരുന്നില്ലേ, 5ാമത്തത്, നെക്സ്റ്റ് 5ാമത്തെയാണ്. അപ്പോൾ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻ കൊടുക്കണം അല്ലേ, എന്തെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണ്ടേ, അതാണ് അടുത്ത് വരിക. എസ്റ്റാബ്ലിഷ് കറക്റ്റീവ് ആക്ഷൻ, ഹസാർഡ് അനാലിസിസ്, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്, 4ാമത് എന്താണ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്, എസ്റ്റാബ്ലിഷ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്, 5ാമത്തത് എസ്റ്റാബ്ലിഷ് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, മോണിറ്ററിങ് നമ്മൾ CCP പോയിട്ട് മോണിറ്റർ ചെയ്തല്ലോ അവരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ, അത് അണ്ടർ കൺട്രോൾഡ് ആണോ അതോ ലോസ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കി. അങ്ങനെ നോക്കിയിട്ട് ഉണ്ടായ പ്രശ്നത്തിന് അത് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കറക്റ്റീവ് ആക്ഷൻ കൊടുക്കണം. എവിടെ നിന്നാണ് അവർ ഡീവിയേറ്റ് ചെയ്യുന്നത് അവിടെ അവരെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻ നമ്മളിവിടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം കേട്ടോ, കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും വേണം. അതാണ് HACCPൻ്റെ 5ാമതായിട്ട് വരുന്നുള്ളത്. 6ാമത്തത് വെരിഫിക്കേഷനാണ്.
വെരിഫിക്കേഷൻ. എസ്റ്റാബ്ലിഷ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. എസ്റ്റാബ്ലിഷ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. ഈ വെരിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HACCP പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇവാലുവേഷൻ, ഈ കാര്യങ്ങളൊക്കെ HACCP പ്ലാൻ പ്രകാരമാണോ ഇവിടെ പോകുന്നുള്ളതെന്ന് നമ്മളവിടെ വെരിഫൈ ചെയ്യണം. ഓക്കെ അതാണ് നമ്മൾ എന്താ പറയുന്നത് വെരിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഏഴാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റെക്കോർഡ് കീപ്പിങ്ങും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും. റെക്കോർഡ് കീപ്പിങ്ങും ഡോക്യുമെൻറ്റേഷനുമാണ് ഏഴാമത്തെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. അതായത് നമ്മൾ HACCPൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ്, എത്രയാണ് ക്രിട്ടിക്കൽ ലിമിറ്റ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് പറഞ്ഞത്, എന്തൊക്കെ ഹസാർഡാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്, എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് ആണ് നമ്മളെടുത്ത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ എന്താ പറയുക? റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെയാണേ. അപ്പോൾ 7 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഒന്നുകൂടെ ജസ്റ്റ് പെട്ടെന്ന് ഇത് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഹസാർഡ് അനാലിസിസ്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, ഹസാർഡ് അനാലിസിസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അതെങ്ങനെ നമുക്ക് ശരിയാക്കാം, അതിനൊരു കൺട്രോൾ നമുക്ക് എങ്ങനെ വെക്കാം, അതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? ഫസ്റ്റ് ഞാൻ ഒന്നുകൂടെ എഴുതാം. ഹസാർഡ് അനാലിസിസ്, രണ്ടാമത് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, മൂന്നാമത് നമ്മളൊരു ക്രിട്ടിക്കൽ ലിമിറ്റ് വെച്ചു അല്ലേ, ഇത്ര ടെമ്പറേച്ചർ, ഇത്ര ടൈം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മോണിറ്ററിങ് പറഞ്ഞു അല്ലേ. നാലാമത്തെ പ്രിൻസിപ്പിൾ മോണിറ്ററിങ് ആണ്. ഈ നാലാമത്തെ പ്രിൻസിപ്പിളായ മോണിറ്ററിങ്ങിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ വരും. ഹൂ, വെൻ, വാട്ട്, ഹൗ. ഈ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ അവിടെ ചെയ്യണം. മോണിറ്ററിങ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ കൊടുക്കണം. കറക്റ്റീവ് ആക്ഷൻ അവിടെ കൊടുക്കണം. പിന്നെ വരുന്നുള്ളത് വെരിഫിക്കേഷനാണ്. അതായത് നമ്മുടെ HACCP പ്ലാൻ പ്രകാരമാണ് അവിടെ പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കും. ഏഴാമത് റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ HACCPൻ്റെ 7 പ്രിൻസിപ്പിൾസ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഓർഡർ വേണമെങ്കിൽ ചോദിക്കാം, ഓർഡർ തിരിച്ചും മറിച്ചും നമുക്ക് തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് സീക്വൻസിൽ തന്നെ പഠിക്കണം. ഒരിക്കലും 1 കഴിഞ്ഞിട്ട് 5ഉം 6 കഴിഞ്ഞിട്ട് 4 ചെയ്യാൻ പറ്റില്ല. ഇത് കറക്റ്റ് ആ ഓർഡറിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെയാണേ. അപ്പോൾ 7 പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 സ്റ്റെപ്സ് ഉണ്ട് HACCPൻ്റെ. 7 പ്രിൻസിപ്പിൾസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് 12 സ്റ്റെപ്സും വളരെ പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, 12 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. എത്ര സ്റ്റെപ്സ് എത്ര പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാലും നമുക്ക് കറക്റ്റ് എഴുതാൻ പറ്റണം. 7 പ്രിൻസിപ്പിളും 12 സ്റ്റെപ്സുമാണ് ഉള്ളത്. ആദ്യം എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇൻഡസ്ട്രീനകത്ത് HACCP ടീം വേണം. എന്ത് വേണം? ഒരു HACCP ടീം വേണം. അസെമ്പിൾ HACCP ടീം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? നമ്മൾ HACCP ടീം നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HACCP സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ലാർജ് ഫുഡ് ഫാക്ടറീസിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീം ഓഫ് സ്പെഷ്യാലിസ്റ്റിനെ അവർ യൂസ് ചെയ്യണം. അതായത് മൈക്രോബയോളജിസ്റ്റ് വേണം, ഫുഡ് എഞ്ചിനീയർ വേണം, പ്രോസസ് സ്പെഷ്യലിസ്റ്റ് വേണം. അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ക്ലീനിങ്ങിലുള്ള ആൾക്കാർ വേണം. അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ആൾക്കാരിനെ ചേർത്തിട്ട് നമ്മളൊരു HACCP ടീം വേണം അല്ലേ. മൈക്രോബയോളജിസ്റ്റിനാണ് വളരെ ഇമ്പോർട്ടൻസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആ ഒരു ടീമിന് മൊത്തം എന്തൊക്കെയാണ് ഈ മൈക്രോബയോളജി, എങ്ങനെയൊക്കെയാണ് കണ്ടാമിനേഷൻ വരിക, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൈക്രോബയോളജിസ്റ്റ് അവിടെ വേണം. എന്തൊക്കെ റിസ്ക് ആണുള്ളത്, എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാം, ഇതൊക്കെ ആരുടെ കേസിലാണ്? മൈക്രോബയോളജിസ്റ്റ്. അപ്പോൾ നമ്മളൊരു മൈക്രോബയോളജിസ്റ്റിനെ കൊണ്ടുവരണം. പിന്നെ ഒരു പ്രോസസ് സ്പെഷ്യാലിറ്റിസ്റ്റ് ഉണ്ട്. എന്താണ്? പ്രോസസ് സ്പെഷ്യാലിസ്റ്റ്. അതായത് അദ്ദേഹം പറഞ്ഞു കൊടുക്കും എന്താണ്, എങ്ങനെയാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, ഇതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സ് എന്താണ്, ഇതിൻ്റെ ഫ്ലോ ഡയഗ്രാം എങ്ങനെയാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ആ പ്രോസസ്സിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ HACCP ടീമിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ് സ്പെഷ്യാലിസ്റ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ സ്പെഷ്യാലിസ്റ്റ് ഒക്കെ വേണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് കെമിസ്റ്റ്, ഫുഡ് എഞ്ചിനീയർ, പിന്നെ പാക്ക് ചെയ്യുന്നുള്ള ആൾക്കാർ, ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ, പേഴ്സണൽ മാനേജേഴ്സ്, അതുപോലെയുള്ള ആൾക്കാരൊക്കെ ചേർത്തിട്ടാണ് എന്താണ് ഒരു HACCP ടീം ഉണ്ടാക്കുന്നത്. പിന്നെ അതിനൊരു ലീഡർ കൂടി വേണം. എന്തായാലും ഒരു ടീമിന് ഒരു ലീഡർ ഉണ്ടാവുമല്ലോ. അതും കൂടിയായ നമ്മുടെ HACCP ടീമിൻ്റെ കാര്യം റെഡി. HACCP ടീം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ആ പ്രൊഡക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക. എന്താണ്? ഡിസ്ക്രൈബ് ദ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് വേണം കേട്ടോ. എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹസാർഡ്സ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്, അതിൻ്റെ ഷെൽഫ് ലൈഫ് എത്രയാണ്, ഇതിന് ഏതൊക്കെ പ്രോസസ്സ് നമ്മൾ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്, എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നുള്ളത്, അങ്ങനെ A to Z കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളത് അത് എഴുതി വെക്കുക. ആദ്യം ടീമായേ, പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ എന്താണ് ഇൻറ്റൻറ്റഡ് യൂസ്, അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യാൻ പോകുന്നുള്ളത്,
ഐഡൻറ്റിഫൈ ദ ഇൻറ്റൻറ്റഡ് യൂസും അതുപോലെ തന്നെ ആരൊക്കെയായിരിക്കും ഇതിൻ്റെ കൺസ്യൂമേഴ്സ് അത് കണ്ടുപിടിക്കണം. ഐഡൻറ്റിഫൈ ദ ഇൻറ്റൻറ്റഡ് യൂസ് അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ്. അപ്പോൾ ആദ്യം ടീം, പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ യൂസ് ആരായിരിക്കും, എങ്ങനെയായിരിക്കും അവർ യൂസ് ചെയ്യുക, അതിൻ്റെ കൺസ്യൂമേഴ്സ് ആരായിരിക്കും. അതായത് ഇപ്പോൾ ബേബീസിന് വേണ്ടി നമ്മൾ ചില പ്രൊഡക്ട്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അത്രയും നമ്മളെന്താണ് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ് നമ്മൾ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള ആ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് വലിയൊരു കമ്മ്യൂണിറ്റീനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം കെയർ കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സിലേക്കാണ് ഇത് പോകുന്നുള്ളത്, അത് അവരെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം വേണ്ട ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റും ക്രിട്ടിക്കൽ ലിമിറ്റ്സൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റൻറ്റഡ് യൂസും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ കുറിച്ചൊരു ധാരണ എന്തായാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ ചെയ്യേണ്ടത് നാലാമത് നമ്മൾ വേണ്ടത് ഫ്ലോ ഡയഗ്രാം ഉണ്ടാക്കണം. എന്താണ് ഫ്ലോ ഡയഗ്രാം ഉണ്ടാക്കണം. അതായത് ആ ഫുഡ് ഇൻഡസ്ട്രീനകത്ത് ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് വരുന്നുള്ള മൊത്തം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഫ്ലോ ഡയഗ്രാം അവിടെ ഉണ്ടാക്കണം. റിസീവിങ് തൊട്ട് നമ്മൾ സ്റ്റോറേജ് വരെ എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നുള്ളത്, നമ്മുടെ റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നു, ഇൻഗ്രീഡിയൻസിന് എന്ത് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഫ്ലോ ഡയഗ്രാം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ടീം ഉണ്ടാക്കി, പിന്നെന്താ ചെയ്തത്, പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്തു, മൂന്നാമത് കൺസ്യൂമേഴ്സിനെയും അതിൻ്റെ യൂസും ഐഡൻറ്റിഫൈ ചെയ്തു, നാലാമത് നമ്മളൊരു ഫ്ലോ ഡയഗ്രാം ഉണ്ടാക്കി. ഓക്കെ, ഈ ഫ്ലോ ഡയഗ്രത്തിനകത്ത് തന്നെ നമ്മൾ ഓരോ പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യുന്നുള്ള 10 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി ഒന്നും ഇല്ല, 100 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു സ്റ്റോറേജ് ഇന്ന ടെമ്പറേച്ചറിനകത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അഞ്ചാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ സൈറ്റ് കൺഫർമേഷൻ ഓഫ് ഫ്ലോ ഡയഗ്രാം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോ ഡയഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ പോയി അത് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, കൺസ്ട്രക്റ്റഡ് ഫ്ലോ ഡയഗ്രാം ഷുഡ് ബി വെരിഫൈഡ് ഓൺ സൈറ്റ് ഫോർ ആക്യുറസി. ആ പറഞ്ഞിരിക്കുന്ന ഫ്ലോ ഡയഗ്രാമത്തിലെ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ആക്യുറസി അതായത് ആ ഫ്ലോ ഡയഗ്രാം കറക്റ്റാണോ എന്ന് നമ്മൾ ഓൺ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് പോയി ചെക്ക് ചെയ്ത് അടുത്ത മാസമല്ല പോയി ചെക്ക് ചെയ്യുന്നത്, ഓൾ അവേഴ്സ് എല്ലാ മണിക്കൂറിലും പോയിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പോൾ ഈ 5 മനസ്സിലായില്ലേ. ഇനി ആറാമതായിട്ട് വരുന്നുള്ളത് നമ്മുടെ ഹസാർഡ് അനാലിസിസ്, 7 നമ്മുടെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്, 8 നമ്മുടെ ക്രിട്ടിക്കൽ ലിമിറ്റ്, 9 നമ്മുടെ എന്താണ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്, 10 കറക്റ്റീവ് ആക്ഷൻ, 11 വെരിഫിക്കേഷൻ, 12 റെക്കോർഡ് കീപ്പിംഗ്. ഓക്കെ, ഈ 5 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 7 എണ്ണം 6, 7, 8, 9, 10, 11, 12 പറഞ്ഞ പോകുന്ന സ്റ്റെപ്പ് നമ്മുടെ HACCPൻ്റെ പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് ഈ ഇതിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് HACCP എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കേണ്ടത്. ഇതിൽ കൂടുതൽ നിങ്ങളൊന്നും റെഫർ ചെയ്യേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിൻ്റെ ബേസിസിൽ നോക്കാം. ഇവിടെ നോക്കിയേ, ഡാഷ് ഈസ് ദ CCP ഫോർ ദ പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക്. CCP എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ഫോർ ദ പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക്. എന്താണ് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ബാക്ടീരിയനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മിൽക്കിനകത്ത് എടുക്കുന്ന ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, സോ പാസ്ചറൈസേഷൻ ഈസ് ഡൺ ടു എലിമിനേറ്റ് മൈക്രോബ്സ് ഫ്രം റോ മിൽക്ക്, ഹെൻസ് ദിസ് ഈസ് ദ CCP ഫോർ ദ പ്രോസസ്സിംഗ് ഓഫ് മിൽക്ക്. ഓക്കെ, നെക്സ്റ്റ് ആൻ എക്സാമ്പിൾ ഓഫ് സെൻസറി ഇൻഫർമേഷൻ ഫോർ CCP ക്രൈറ്റീരിയ ഈസ്. നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റൊക്കെ വെക്കുമ്പോൾ അവിടെ pH, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ടെക്സ്ചർ, വാട്ടർ ആക്ടിവിറ്റി അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആൻ എക്സാമ്പിൾ ഫോർ സെൻസറി ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് തന്നെ നമുക്ക് കാണാം pH, ടെമ്പറേച്ചർ പോലുള്ളതൊക്കെ എന്താണ്, ഒരു ഫിസിക്കൽ ഇൻഫർമേഷനാണ് അല്ലേ, ഒരു ഫിസിക്കൽ പാരാമീറ്ററാണ്. അപ്പോൾ സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരിക ടെക്സ്ചറാണ്. ഓക്കെ, ടെക്സ്ചറാണ്. വാട്ടർ ആക്ടിവിറ്റി ആൻഡ് pH ആർ കെമിക്കൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ടെമ്പറേച്ചർ ഫിസിക്കലാണ്, pH കെമിക്കലാണ് കേട്ടോ. വാട്ടർ ആക്ടിവിറ്റി ആൻഡ് pH ആർ കെമിക്കൽ പാരാമീറ്റേഴ്സ്, whereas ടെമ്പറേച്ചർ ഈസ് എ ഫിസിക്കൽ പാരാമീറ്റർ, ടെക്സ്ചർ ഈസ് ദ സെൻസറി ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ഇപ്പോൾ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ അതിനകത്ത് ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു സെൻസറി ഇൻഫർമേഷൻ ആണ്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ടെക്സ്ചർ എങ്ങനെ വേണം, ഓക്കെ, അത് നമ്മൾ നോക്കണം. നെക്സ്റ്റ്, what is the type of hazard when the process does not contain a step to destroy harmful microbes. എന്താണ്, ഒരു ഹാംഫുൾ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഹസാർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഹസാർഡ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എ നോൺ സ്റ്റെറൈൽ ഫുഡ് ഐറ്റം മീൻഡ് ഫോർ ഹൈ റിസ്ക് കൺസ്യൂമേഴ്സ്. എന്താണ്? നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഫുഡിനെ നമ്മൾ എന്ത് പറയും? ഹസാർഡ് എ എന്ന് പറയും. അതായത് വളരെയധികം റിസ്ക് ഉള്ള ഒരാളാണ് ഹസാർഡ് എ എന്ന് പറയുന്നത്. ഹസാർഡ് ബി എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ട്, അതായത് എപ്പോൾ വേണമെങ്കിലും കണ്ടാമിനേറ്റ് ചെയ്യാം, അതുപോലുള്ളത് ഉണ്ടാകുമ്പോൾ ഹസാർഡ് ബി ആവുന്നു. ഹസാർഡ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് വെൻ ദ പ്രൊഡക്റ്റ് ഈസ് സസെപ്റ്റബിൾ ടു റീകണ്ടാമിനേഷൻ ബിഫോർ പാക്കേജിങ്. പാക്കേജിന് മുന്നേ റീകണ്ടാമിനേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ആ ടൈപ്പ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഹസാർഡ് ഡി എന്ന് പറയാം. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? ഹസാർഡ് എ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. ഹസാർഡ് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. ഹസാർഡ് ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സസെപ്റ്റബിൾ ടു റീകണ്ടാമിനേഷൻ ബിഫോർ പാക്കേജിങ്. പാക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാക്കേജിങ്ങിന് മുന്നേ ചിലപ്പോൾ, അതിപ്പോൾ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് എടുത്താലും അങ്ങനെയാണല്ലോ, അതാണ് ഹസാർഡ് ഡി എന്ന് നമ്മൾ പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹസാർഡ് സി എന്താണ്? ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഹസാർഡ് വെൻ ദ പ്രോസസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി സ്റ്റെപ്പ് ടു ഡിസ്ട്രോയ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം. അതായത് നമ്മളിപ്പോൾ ഇത് 4 ഹസാർഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹസാർഡ് ഉള്ളത് എക്കാണ്, പിന്നെ മോഡറേറ്റ്ലി ആണ് ബിക്കുള്ളത്, അതായത് നമ്മൾ എന്താ പറയുക, സെൻസിറ്റീവ് ആണ്. സി എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റീവ്ലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹസാർഡാണ്. ഓക്കെ, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹസാർഡാണ്. ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾമോസ്റ്റ് സേഫ് ആണ്, പക്ഷേ ചാൻസസ് ആർ ദർ ഫോർ എന്താണ്? കണ്ടാമിനേഷൻ. ഓക്കെ, അത്രയും ഓർത്ത് വെച്ചാൽ മതി. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ICMSF? ICMSFിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു വെക്കണം. ഞാൻ നേരത്തെ WHO 1980 ഡെവലപ്പിംഗ് കൺട്രീസിനോട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന HACCP ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ WHOൻ്റെ കൂടെ ആര് കൂടി ഉണ്ട്? ICMSF കൂടി ഉണ്ട്. അപ്പോൾ ICMSFിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻ ഫോർ ഫുഡ് ഡിഫൈൻസ് ദ ടേംസ് ആൻഡ് കൺസെപ്റ്റ്സ് റിക്വയർഡ് ഫോർ HACCP. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നോക്കിയേ, ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻസ് ഫോർ ഫുഡ്. മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻസ് ഫോർ ഫുഡിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർനാഷണൽ കമ്മീഷനാണ് ICMSF. ഇതാണ് ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ മൈക്രോബിയൽ സ്പെസിഫിക്കേഷൻസ് ഫോർ ഫുഡ്. ഇവിടെ നോക്കിയാൽ വാട്ട് ഡസ് HACCP സ്റ്റാൻഡ്സ് ഫോർ? അപ്പോൾ കൃത്യമായി പഠിക്കാണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പതറിപ്പോവും. ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഹസാർഡ് അസസ്മെൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്, ഹെൽത്ത് ആൻഡ് കണ്ടാമിനേഷൻ കൺട്രോൾ പ്ലാൻ. അപ്പോൾ ഏതായിരിക്കും? ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് HACCP? HACCP ശരിക്കും നമ്മൾ എന്തിനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്? ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, എൻഷുർ ഫുഡ് സേഫ്റ്റി, ഇംപ്രൂവ് പാക്കേജിംഗ് ഡിസൈൻ, റിഡ്യൂസ് കോസ്റ്റ്. എന്താണ്? ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനോ, പാക്കേജിംഗ് ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാനോ, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനോ അല്ല, പിന്നെ എന്തിനാണ്? ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി. ഹൗ മെനി പ്രിൻസിപ്പിൾസ് ആർ ദർ ഇൻ HACCP? HACCPനകത്ത് എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്? 7. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് HACCP? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ നമ്മൾ പറഞ്ഞത്? HACCPനകത്തുള്ള Hഉം Aയും. ഹസാർഡ് അനാലിസിസ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. എസ്റ്റാബ്ലിഷ് മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നുള്ളത് 4ാമതാണ്. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്, അത് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. എസ്റ്റാബ്ലിഷ് കറക്റ്റീവ് ആക്ഷൻസ്, അത് എന്നുള്ളത് ആഫ്റ്റർ മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് 5th ആണ്. ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് എന്നുള്ളത് 2nd ആണ്. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്? എന്താണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റെപ്പ് വേർ ഫുഡ് ഈസ് സ്റ്റോർഡ്, അതല്ല. എ സ്റ്റെപ്പ് വേർ കൺട്രോൾ ക്യാൻ പ്രിവെൻറ്റ് ഓർ എലിമിനേറ്റ് ഹസാർഡ്സ്, അത് വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എ പോയിൻറ്റ് വേർ ഹസാർഡ്സ് ആർ ഐഡൻറ്റിഫൈഡ്, അതല്ല. അത് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചെയ്തു, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷനിൽ ചെയ്തു. നെക്സ്റ്റ്, എ മെത്തേഡ് ടു എൻഷുർ പ്രോപ്പർ ഫുഡ് ലാബലിംഗ്, അതുമല്ല. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. വിച്ച് ടൈപ്പ് ഓഫ് ഹസാർഡ് ഡസ് HACCP അഡ്രസ്? ഏത് ടൈപ്പ് ഓഫ് ഹസാർഡാണ്? ബയോളജിക്കലാണോ, കെമിക്കലാണോ, ഫിസിക്കലാണോ, അതോ ഓൾ ഓഫ് ദി എബവ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ടൈപ്പും വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദി എബവ്. വാട്ട് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് HACCP? ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, വേറൊന്നും ആലോചിക്കാനില്ല. നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ ഈസ് മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് HACCP? HACCP ആയിട്ട് മോസ്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ കോഡെക്സ് അലിമെൻറ്റേരീസ് ആണ്. അത് നമ്മുടെ സിലബസിനകത്തുണ്ട്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ തരാം കേട്ടോ.
വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ലിമിറ്റ് ഇൻ HACCP? എന്താണ് ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്? ദ പോയിന്റ് അറ്റ് വിച്ച് ഫുഡ് ഷുഡ് ബി ഡിസ്കാർഡഡ്, അതല്ല. ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ടു കൺട്രോൾ എ ഹസാർഡ്, അത് വരാനുള്ള സാധ്യതയുണ്ട്. ദ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻസ് റിക്വയർഡ്, അത് തെറ്റാണ്. ദ എമൗണ്ട് ഓഫ് ഫുഡ് സ്റ്റോർഡ് അറ്റ് വൺ ടൈം, അതും തെറ്റാണ്. കറക്റ്റ് ചെയ്ത് വരിക ഓപ്ഷൻ ബി, ദ മാക്സിമം ഓർ മിനിമം വാല്യൂ ടു കൺട്രോൾ എ ഹസാർഡ്. വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബയോളജിക്കൽ ഹസാർഡ്? ബയോളജിക്കൽ ഹസാർഡിന് എക്സാമ്പിൾ ഏതായിരിക്കും? ഗ്ലാസ് ഫ്രാഗ്മെൻറ്റ്സ്, ഈക്കോളൈ ബാക്ടീരിയ, ക്ലീനിങ് കെമിക്കൽസ്, ബ്രോക്കൺ എക്യുപ്മെൻറ്റ്. അതിനകത്ത് ഏതാ വരിക? ഈക്കോളൈ ബാക്ടീരിയ ആണ് ബയോളജിക്കൽ ഹസാർഡിന് എക്സാമ്പിൾ. വാട്ട് ഈസ് ദ തേർഡ് പ്രിൻസിപ്പിൾ ഓഫ് HACCP? HACCPൻ്റെ തേർഡ് പ്രിൻസിപ്പിൾ നമുക്കറിയാവുന്നതാണ്, ക്രിട്ടിക്കൽ ലിമിറ്റ്സ് അല്ലേ, അധികം ആലോചിക്കാനില്ല. വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കെമിക്കൽ ഹസാർഡ്? കെമിക്കൽ ഹസാർഡിൻ്റെ എക്സാമ്പിൾ ഏതാണ്? സാൽമോണല്ല ബയോളജിക്കലാണ്. ഗ്ലാസ് ഷാർഡ്സ് വരിക ഫിസിക്കലിനകത്താണ്. പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെ, നമ്മൾ ഓർഗാനിക് വരും, ഇനോർഗാനിക് വരും. അതിനകത്ത് കെമിക്കലിനകത്ത് ഓർഗാനിക് ഇനോർഗാനിക് കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഓർഗാനിക്കിനകത്ത് വരുന്നതാണ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ. ഹൗ ഈസ് HACCP ഡിഫറെൻറ്റ് ഫ്രം ട്രഡീഷണൽ ഇൻസ്പെക്ഷൻ മെത്തേഡ്സ്? ഇവിടെ എന്താണ് ഡിഫറൻസ്? ഫോക്കസസ് ഓൺ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. HACCP ഒരിക്കലും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലല്ല ഫോക്കസ് ചെയ്യുന്നുള്ളത്. പ്രിവെൻറ്റ്സ് ഹസാർഡ്സ് റാദർ ദാൻ ഡിറ്റക്റ്റിംഗ് ദം, അതവിടെ ഇരിക്കട്ടെ. റിക്വയർസ് മോർ ഗവൺമെൻറ് ഓവർസൈറ്റ്, ഇവിടെ അതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. റിലൈസ് ഓൺ വിഷ്വൽ ഇൻസ്പെക്ഷൻസ്, വിഷ്വൽ ഇൻസ്പെക്ഷനിലാണോ റിലൈ ചെയ്തിരിക്കുന്നത്? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ഡിഫൈനിങ് ഹൗ HACCP വിൽ ബി മോണിറ്റേർഡ്? വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ഡിഫൈനിങ് ഹൗ HACCP വിൽ ബി മോണിറ്റേർഡ്? എങ്ങനെ മോണിറ്റർ ചെയ്യാം? എസ്റ്റാബ്ലിഷിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, എസ്റ്റാബ്ലിഷിംഗ് മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ്, ഡിറ്റർമൈൻ ക്രിട്ടിക്കൽ ലിമിറ്റ്, കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്. അപ്പോൾ ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ CCP എങ്ങനെ മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത്? മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ കേസിലാണ് അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഹസാർഡ് ഇൻ HACCP? ഫിനാൻഷ്യൽ അല്ലേ, ഫിനാൻഷ്യൽ ഹസാർഡ് എന്ന് പറഞ്ഞൊന്നുമില്ല. പിന്നെ വാട്ട് ഈസ് ദ ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് HACCP? മോണിറ്ററിംഗ് പ്രൊസീജിയറാണ് ഫോർത്ത് പ്രിൻസിപ്പിളായിട്ട് വരുന്നുള്ളത്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് HACCP ഇൻ ഫുഡ് ബിസിനസ്? ഫുഡ് ബിസിനസ്സിൻ്റെ കേസിൽ ആരാണ് അത് ചെയ്യേണ്ടത്? കൺസ്യൂമേഴ്സ് ആണോ, സപ്ലയേഴ്സ് ആണോ, ഗവൺമെൻറ് ഇൻസ്പെക്ടേഴ്സ് ആണോ, അതോ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണോ? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആയിരിക്കും അല്ലേ. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ? ഫോർത്ത് മോണിറ്ററിംഗ് ആണ്. അപ്പോൾ ഫിഫ്ത്ത് ഏതായിരിക്കും? കറക്റ്റീവ് ആക്ഷൻസ് ആണ് അല്ലെ. മോണിറ്ററിംഗ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. നെക്സ്റ്റ്, വൈ ആർ റെക്കോർഡ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ HACCP? എന്തുകൊണ്ടായിരിക്കും? ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു ഡോക്യുമെൻറ്റ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്, ടു എൻഷുർ മാർക്കറ്റിംഗ് സക്സസ്, ടു എലിമിനേറ്റ് ബയോളജിക്കൽ ഹസാർഡ്സ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓപ്ഷൻ ബി ആയിരിക്കില്ലേ അല്ലേ, ടു ഡോക്യുമെൻറ്റ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്. വിച്ച് പ്രിൻസിപ്പിൾ ഇൻവോൾവ്സ് വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ? ഏതിൻ്റെ കേസിലാണ്? വെരിഫിക്കേഷൻ്റെ കേസിലാണ്. അതേതാ വരിക? ഓപ്ഷൻ സി ആണല്ലേ. കണ്ടക്ട് ഹസാർഡ് അനാലിസിസ്, ഡിറ്റർമിൻ CCPs, വെരിഫൈ ദാറ്റ് ദ സിസ്റ്റം വർക്ക്സ്, എസ്റ്റാബ്ലിഷ് ക്രിട്ടിക്കൽ ലിമിറ്റ്സ്. അവിടെ ഓപ്ഷൻ സി ആയിരിക്കും വരിക, വെരിഫൈ ദാറ്റ് ദ സിസ്റ്റം വർക്ക്സ്. വാട്ട് ഈസ് ദ സെവൻത്ത് പ്രിൻസിപ്പിൾ? സിക്സ്ത് ആണ് വെരിഫിക്കേഷൻ അല്ലേ. സെവൻത്ത് വരെ ഏതായിരിക്കും? അപ്പോൾ റെക്കോർഡ് കീപ്പിംഗ് ആണ് അല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ് റെക്കോർഡ് കീപ്പിംഗ്. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫിസിക്കൽ ഹസാർഡ്? ഫിസിക്കൽ ഹസാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? സാൽമോണല്ല, പെസ്റ്റിസൈഡ്സ്, ഗ്ലാസ് ഷാർഡ്സ് എടുക്കുമ്പോൾ ഗ്ലാസ് ആയിരിക്കും ഫിസിക്കൽ ഹസാർഡിൽ വരിക. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ബിസിനസ് ഷുഡ് ഇംപ്ലിമെൻറ്റ് HACCP? ആരാണ്? ഓൺലി ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ഓൺലി റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഓൾ ഫുഡ് ബിസിനസ്സസ്, ഓൺലി പാക്കേജ്ഡ് ഫുഡ് പ്രൊഡ്യൂസേഴ്സ്. ഓൾ ഫുഡ് ബിസിനസ്സിനകത്തും നമ്മൾ HACCP ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി എ CCP ഫോർ റോ പോൾട്രി? റോ പോൾട്രീൻ്റെ കേസിൽ ഏതായിരിക്കും ഒരു CCP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്? ക്ലീനിങ് എക്യുപ്മെൻറ്റ് വരാൻ സാധ്യതയില്ല. കുക്കിംഗ് ടു ദ കറക്റ്റ് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ, വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ സ്റ്റോറിങ് ഇൻ ഫ്രീസർ. ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റായിട്ട് വരിക? കുക്കിംഗ് ടു ദ കറക്റ്റ് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ആണ്. റോ പോൾട്രീനെ നമ്മൾ കറക്റ്റ് ഇൻറ്റേർണൽ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യണമെന്നാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. വിച്ച് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് HACCP പ്ലാൻ ഈസ് എഫക്റ്റീവ്? ഇതിനകത്ത് ഏത് പ്രിൻസിപ്പിളാണ് നമുക്ക് കറക്റ്റായിട്ട് വരിക? വെരിഫിക്കേഷൻ ആണോ, മോണിറ്ററിംഗ് പ്രൊസീജിയേഴ്സ് ആണോ? വെരിഫിക്കേഷൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ഹസാർഡ് അനാലിസിസ്? ഫോക്കസ് ഓഫ് ഹസാർഡ് അനാലിസിസ്. ഹസാർഡ് അനാലിസിസിൻ്റെ എന്താണ് പ്രശ്നം? ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇൻക്രീസിംഗ് ഫുഡ് ഷെൽഫ് ലൈഫ്, എസ്റ്റാബ്ലിഷിംഗ് ന്യൂ റെസിപ്പീസ്. ഓപ്ഷൻ എ ആണല്ലേ. വാട്ട് റോൾ ഡു എംപ്ലോയീസ് പ്ലേ ഇൻ HACCP?
HACCP എന്ന് പറയുമ്പോൾ നൺ ഇറ്റ്സ് ദ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി. എംപ്ലോയീസിനും റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അവരുടെ വർക്ക് അവർ കൃത്യമായി ചെയ്യണം അല്ലേ, അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഹസാർഡ്സ്, ഓൺലി ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻസ്പെക്ടിങ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ, മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഹസാർഡാണ് എംപ്ലോയീസിൻ്റെ റോൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് HACCP? ഫുഡ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒന്നും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ അല്ല. വിച്ച് പ്രിൻസിപ്പിൾ ഫോക്കസസ് ഓൺ കറക്റ്റീവ് ആക്ഷൻ? ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, കറക്റ്റീവ് ആക്ഷൻ വരുന്നത് എപ്പോഴാണ്? മോണിറ്ററിങ് കഴിഞ്ഞിട്ടാണ്. മോണിറ്ററിങ് 4-മത്തെയാണ് അല്ല 5-മത്തെയാണ് കറക്റ്റീവ് ആക്ഷൻ. വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ഡെവലപ്പിംഗ് എ HACCP പ്ലാൻ? ഡെവലപ്പിംഗ് HACCP പ്ലാനിൽ റെക്കോർഡ് കീപ്പിങ്ങും ഡോക്യുമെൻറ്റേഷനാണ് ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പളിനെയും ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഹസാർഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ്. നമ്മളിപ്പോൾ വേറൊരു റെഫറൻസിൽ പോയപ്പോൾ ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് C, D എന്ന് പറഞ്ഞിട്ട് ഹസാർഡ്സ് കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് കൂടിയൊന്ന് നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് HACCPനെ കുറിച്ച് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു.